ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽസ് എക്സാംസിന്റെ സ്ട്രാറ്റജി ഇങ്ങനെ ഓരോ വീക്കായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കാണുന്നു. അപ്പൊ എല്ലാവർക്കും വീക്ക് 3ലേക്ക് എന്താ സ്വാഗതം. അപ്പോൾ രണ്ടാഴ്ച എന്തൊക്കെ ചെയ്തു, എന്താണ് സിറ്റുവേഷൻ നമുക്ക് അറിയണം. സർ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചുകൊണ്ട് എന്താണ് ഗുണം, എത്ര മാർക്കായി, എവിടെ എത്തി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. അല്ലാതെ എല്ലാ ആഴ്ചയും ഒരു ടൈം ടേബിൾ വെച്ചു പഠിച്ചു, ടൈം ടേബിൾ വെച്ചു പഠിച്ചു, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ എന്റെ സിറ്റുവേഷൻ എന്താണ്, എത്ര മാർക്ക് കയ്യിലുണ്ട്, എത്ര മാർക്ക് ബാക്കിയുണ്ട്, ഈ രണ്ടാഴ്ച കൊണ്ട് ഞാൻ എന്തൊക്കെ നേടി എന്നെല്ലാം അറിയട്ടെ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസ് യൂഷ്വൽ, എന്റെ പേര് കിരൺ. അവിടെ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി ഉണ്ട്. അതിൽ എന്ത് കാണാം, ഈ PPT എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ വീക്ക് 3. ഓക്കെ, സോ ഒരു PS എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യം എന്താണ് ആവശ്യമുള്ളതാണ്. സാർ, ഇത് കേട്ട് കേട്ട് മടുത്തു. ഇത് എപ്പോഴും എന്ത് ചെയ്യണം, മൈൻഡിൽ ഓർത്തു വെക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഒന്ന്, ഹാർഡ് വർക്ക്, അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. രണ്ട്, സ്മാർട്ട് വർക്ക്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ, ലക്ക്. ഈ മൂന്ന് കാര്യങ്ങളും എപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ജോബ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ മെത്തേഡിന്റെ പേരാണ് KPSM, അതായത് കിരൺസ് PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയുക. നമ്മളൊരു 50% ടോപ്പിക് പഠിക്കുന്നു, അതിലൂടെ മാക്സിമം മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. പ്രിലിംസും മെയിൻസും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ടോപ്പിക്കും ഞാൻ തരുന്നത് എന്താ, ഡീറ്റെയിലി പഠിക്കാൻ പറഞ്ഞാൽ ഡീറ്റെയിലി പഠിക്കാനുള്ള വക അവിടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, PYQ ചെയ്ത് കഴിഞ്ഞു, റിവിഷൻസ് ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് പരിപാടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എവിടെയെങ്കിലും ഡീറ്റെയിൽ ആയി പഠിക്കാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ, ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ടാവുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്താ, സിലബസ് ബേസ് മാത്രമേ പഠിക്കുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ അടുത്തൊന്നുമില്ല, ടൈം ഇല്ല മക്കളെ, ടൈം ഇല്ല. ഇതാണ് ഫസ്റ്റ് വീക്കിലെ ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നത്. ഇതാണ് വീക്ക് 2 എന്താ ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. വീക്ക് 2 നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് ആണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിലെ ഡച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത എന്താണ്, ആക്ച്വലി ഗ്ലോബൽ വാർമിംഗ് പഠിച്ചു. ഒളിമ്പിക് സമ്മർ വിന്റർ ഇന്ത്യ ആൻഡ് കേരള പെർഫോമിംഗ് പഠിച്ചു. അതെന്താ, എന്താ പറയാ, ഹിസ്റ്റോറിക് കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, കറണ്ട് അഫയർ പഠിച്ചിട്ടില്ല. ഓക്കെ, റീസണിങ്ങിൽ ക്ലോക്കും കലണ്ടറും പഠിച്ചു. ഇംഗ്ലീഷിൽ ഗ്രാമർ, യൂസേജ് ഓഫ് ജെറണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. വൊക്കാബുലറിക്ക് വേണ്ടി നമ്മൾ ഒരു ഡേ മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു ഡേ മാറ്റി വെച്ചിട്ടുണ്ട്. വൊക്കാബുലറി നമ്മൾ സിനോണിംസ് ആണ് നോക്കിയത്. സിനോണിംസ് ഈ ആഴ്ച നോക്കിയിട്ട് പിന്നെ വിടുക എന്നുള്ളതല്ല, കണ്ടിന്യൂസ് നമ്മൾ സിനോണിംസ് എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ത്രൂ PYQs കിട്ടുന്ന സിനോണിംസ് മുഴുവൻ എഴുതി വെക്കുന്നു ബുക്കിൽ. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പൊ 7 തൊട്ട് 12 വരെയുള്ള SCRT NCRT ഏത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിലുള്ള ഏകദേശം വേർഡ്സും അതും PYക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ വീക്ക്ലി ഒരു ഡേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും മാറ്റി വെച്ചിട്ടുണ്ടാവണം. മലയാളത്തിൽ നമ്മൾ നോക്കിയത് പ്രോവർബാണ്. ഒരു SCRT 8 മുതൽ 12 ബുക്ക് വരെയുള്ള പ്രോവർബ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയർ സ്റ്റാറ്റസ് നമുക്കറിയാം. ഒരു യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ 5 മുതൽ 10 വരെ മാർക്കാണ് ഉണ്ടാവുക. ഒരു കോമൺ പോസ്റ്റ് ആണെങ്കിൽ 15 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുക. പ്രിലിംസിൽ നമുക്ക് എത്ര കറണ്ട് അഫയേഴ്സ് വരുന്ന അറിയില്ല. ഓക്കെ, എങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു ബെറ്റർ കാൽക്കുലേഷന് വേണ്ടിയിട്ട് 15 മാർക്ക് നമ്മൾ കറണ്ട് അഫയറിന് പറയാം. അതിൽ 2 ന്യൂസ് എന്നായിരിക്കും. ലോകത്തുള്ള എല്ലാ കാര്യവും പഠിക്കണം. അത് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം കട്ടപ്പോകാം, കുതാ ഹവ ടാറ്റ ബൈ ബൈ ആയി പോകും. 7 എന്താ, കൺഫേം ആണ്. ഓക്കെ, 6 എന്തായിരിക്കും, സോറി, അതായത് 7 കൺഫേമും 6 എന്താ, ഈ 7ഉം 6ഉം എന്തായിരിക്കും, സിലബസ് ഉള്ളതായിരിക്കും. അതിൽ 7 കൺഫേം ആണ്, 6 എന്താ, ഡിഫറെന്റ് ആയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഏതാണ് 7, ഏതാണ് 6, ഏതാണ് 2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. വരുന്ന ആഴ്ചകളിലും ഈ ആഴ്ച നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1773 മുതൽ 1858 ആക്ട് വരെ എന്താ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും നിങ്ങൾക്ക് എന്താ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ ചാനൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിവിഷൻ ത്രൂ PYQ, അത് പേ അല്ല, സോറി, PYQ, റിവിഷൻ ത്രൂ PYQ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ ചെയ്തതോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി അത്യാവശ്യം പഠിക്കാനുണ്ട്, വിവിധ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരള ഹിസ്റ്ററി നമ്മൾ പോർച്ചുഗീസും കംപ്ലീറ്റ് ചെയ്തു, ഡച്ചും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാർക്കായി എവിടെ, പ്രിലിംസിലായാലും എന്താ,
എന്താ പറയാ അതിന്റെ പേരെന്താ മെയിൻസിലായാലും. ഓക്കെ, കേരള ഹിസ്റ്ററി എന്ന് 2 മുതൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ 1 മാർക്ക് ആയിട്ടുണ്ട്. ഇനി 2 മാർക്ക്, മാക്സിമം 2 മാർക്ക് എന്താ പെൻഡിങ് ഉണ്ട്. അതിനുള്ള ടോപ്പിക്സ് നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിൽ നിന്ന് ഗ്ലോബൽ വാർമിംഗ് നമ്മൾ എന്താ പറയാ പഠിച്ചു. നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 PYQ റിവിഷൻ സീരീസ് ഓൾറെഡി ഈ പ്ലേലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നും ഓക്കെ, അത് നിങ്ങൾ എന്താ കാര്യങ്ങൾ നോക്കിയെന്നും മനസ്സിലായി. എന്നിട്ടൊരു വ്യത്യസ്തമായ ചോദ്യമായിട്ട് കേരളത്തിന്റെ ക്ലൈമറ്റ് സ്ട്രാറ്റജി SI മെയിൻസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ കേരളത്തിന്റെ ക്ലൈമറ്റ് സ്ട്രാറ്റജി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കേരളം 2031 എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത്, ക്ലൈമറ്റ് സ്ട്രാറ്റജി. അതിനെക്കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ അറിയാം. നമ്മൾ ഈ തരുന്നത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നെന്നുള്ളത് കൂടി നമുക്ക് അറിയണ്ടേ. എന്നാലേ അത് കാണുന്നതിലും എന്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, എങ്കില് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഇപ്പോഴും 1 മാർക്ക് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് നമുക്ക് ഇനി 1858 കഴിഞ്ഞിട്ടുള്ള ആക്ട് കൂടി പഠിക്കാനുണ്ട്. എന്നാലും ഹോട്ട് ടോപ്പിക്സിൽ ഒരെണ്ണേ ആവുള്ളൂ. അതായത് 1857 വിപ്ലവം, INCയുടെ ഫോർമേഷൻ, ന്യൂസ് പേപ്പേഴ്സ് ഫ്രീഡം ഓർഗനൈസേഷൻ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, പ്രിൻസ്ലി സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ, ഫോറിൻ പോളിസി. ഇത്രയും കാര്യങ്ങളിൽ എന്താണ് ആക്ച്വലി ഒരെണ്ണേ ആയിട്ടുള്ളൂ. കേരള ഹിസ്റ്ററി പോലെ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടില്ല, പറയാനായിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് അവിടെ ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ബോഡി, അത് ബയോളജിയുമായിട്ടാ, അതായത് സോറി ക്ലൈമറ്റുമായിട്ടല്ല, സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റുമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് അവിടെ ഉണ്ട്. സാർ ഒന്ന് ഹ്യൂമൻ ബോഡി എന്താ, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇതുവരെ ഞാൻ ശരിയാക്കിയില്ല അല്ലെ. ഓക്കെ, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഇത് മെയിൻസിന് ബയോളജിയിലുള്ളതാ. അപ്പൊ ഇവിടെയും പഠിച്ച എന്താ, ഇവിടെയും ആയി എന്താ, മെയിൻസിനും ആയി. ഒരു വെടിക്ക് 2 പക്ഷി. ഓക്കെ, ISRO പ്രിലിംസിനുള്ളതാണ്, മെയിൻസിനുള്ളതാണ്. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി. DRDO പക്ഷെ മെയിൻ ആയിട്ട് പ്രിലിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മെയിൻസ് നമുക്ക് എന്താ കുറവാണ്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് രണ്ടിനുള്ളതാ. ഓക്കെ, അതിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും ക്വസ്റ്റ്യൻ വന്നതല്ല, നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതല്ലാതെ വേറെ ഗവൺമെന്റിന്റെ എന്തൊക്കെ പുതിയ പ്രോഗ്രാംസ് ഉണ്ട് ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടത്, ഇത് മുഴുവൻ നമ്മൾ PYQലൂടെ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. ഇനി ഇത്രയും കാര്യങ്ങളോട് പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ലീഗൽ ഫ്രെയിംവർക്ക് പഠിക്കാനുണ്ട്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അത് പഠിക്കാനുണ്ട്, ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങൾ പഠിക്കാം. ഞാൻ പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് പഠിച്ചത് കൊണ്ട് നമുക്ക് 1 മാർക്ക് ആയിട്ടില്ല. അപ്പൊ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ലോങ് ടോപ്പിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഷോർട്ട് ആയിട്ട് 1 മാർക്ക് കിട്ടുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പഠനത്തിൽ ഒരുപാട് കാര്യങ്ങൾ തീരുന്നുണ്ട്, ഓട്ടോമാറ്റിക് നമ്മൾ എന്താ എത്ര മാർക്ക് കിട്ടുന്നു നമ്മൾ നോക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രത്യേക രീതി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ സെക്കൻഡ് വീക്ക് കഴിഞ്ഞോടെങ്കിൽ എന്ത് മനസ്സിലാക്കി, പോർച്ചുഗീസും ഡച്ചും പഠിച്ചില്ലേ? അപ്പൊ എത്ര മാർക്ക് കിട്ടി, 1 മാർക്ക് കിട്ടിയില്ലേ പ്രിലിംസ് ആൻഡ് മെയിൻസിന്. ഓക്കെ, ക്ലോക്കും കലണ്ടറും ജെറണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പ്രിലിംസ് ആൻഡ് മെയിൻസിന് എത്ര മാർക്ക് കിട്ടി, 3 മാർക്ക് കിട്ടി. 3 മാർക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, എങ്കിൽ ഇത്രയും നേരമായിട്ട് 2 ആഴ്ചയായിട്ട് നിങ്ങളുടെ കയ്യിൽ 10 മാർക്ക് ഉണ്ട്. 10 മാർക്കിന്റെ ടോപ്പിക്സ് നമ്മൾ തീർത്തു എന്ന് മാത്രമല്ല, വേറെ വരാൻ പോകുന്ന മാർക്സിന്റെ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 90 മാർക്കാണ്. ഓക്കെ, അപ്പൊ 90 മാർക്കിലെ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടൈമിലും എന്ത് ചെയ്യുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്കില് എക്കണോമിക്സിന് മൊത്തം 5 മാർക്കാണുള്ളത്. ഇപ്പൊ നമ്മുടെ 1 മാർക്കേ ഉള്ളൂ. ഈ 4 മാർക്ക് നമുക്ക് കിട്ടാൻ ബാക്കിയുണ്ട്. മാത്സിൽ നമ്മുടെ കയ്യിൽ 1 മാർക്കാണുള്ളത്. ഇനി 9 മാർക്ക് കിട്ടാൻ ബാക്കിയുണ്ട്. റീസണിങ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തു, എത്ര, 2 മാർക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മളടുത്ത് 1 മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എത്രയായിരിക്കും, സോറി കഴിഞ്ഞ ആഴ്ച റീസൺ നമുക്ക് 1 ഉണ്ടായിരുന്നില്ല, ഇപ്പൊ 2 മാർക്കായി. ക്ലോക്കും കലണ്ടറും ആയില്ലേ. ഇനി 8 മാർക്ക് ബാക്കിയുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ 10 മാർക്കാണുള്ളത്, 2 മാർക്കായി. ഇനി 8 മാർക്ക് ബാക്കിയുണ്ട്. വൊക്കാബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 1 മാർക്കായി. ഇനി 9 മാർക്ക് ബാക്കിയുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ 5 മാർക്കാണുള്ളത്, 1 മാർക്കായി. 4 മാർക്ക് ബാക്കിയുണ്ട്. ഹിസ്റ്ററിയിൽ അങ്ങനെ നമ്മൾ 1 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. 10 മാർക്കാണ്. ഇനി 9 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുണ്ട്.
ഇത്രയും കാര്യം ഒക്കെ അല്ലേ? മലയാളത്തിൽ 10 മാർക്കാണുള്ളത്, 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. സോ 10 മാർക്കേ ആയിട്ടുള്ളൂ മക്കളെ, 2 ആഴ്ച ആയിട്ടുള്ളൂ. ഓക്കെ, വരാൻ പോകുന്ന ആഴ്ച ഇതിന്റെ മാർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? മാർക്ക് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? കൂടും. ഈ മാർക്കുകൾ മാത്രമല്ലോ, സെപ്പറേറ്റ് നമ്മൾ വേറെയും പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? കറണ്ട് അഫയേഴ്സിന്റെ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ ഉള്ളത്? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. ഓക്കെ, ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൽ അപ്ഡേഷൻ നടത്തണം. 2024 എന്താ 25 കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഓക്കെ അല്ലെ? പിന്നെ നമ്മൾ പഠിച്ച എന്താ പറയാ കറണ്ട് അഫയേഴ്സ് ആണ്. പുതിയ റംസാർ സൈറ്റ് വന്നിരിക്കുന്നത്. വെറ്റ്ലാൻഡിലെ സ്ലോഗൻസ് എന്താ വന്നിരിക്കുന്നത്? എൻവയോൺമെന്റൽ ഡേ സെലിബ്രേഷൻ നമുക്ക് പഠിക്കാൻ പറ്റുണ്ടായിരുന്നു. അതേപോലെ ഈ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും പഠിക്കാൻ പറ്റുണ്ടായിരുന്നു. എങ്കിൽ നമ്മൾ പ്രിലിംസിന് പ്രധാനമായിട്ട് പറയുന്നത് എൻവയോൺമെന്റിൽ നിന്നും എന്താ, അതേപോലെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നമുക്ക് എന്തായിരിക്കും? കറണ്ട് അഫയേഴ്സ് ആ ഭാഗത്താണ് പ്രധാനമായിട്ട് കൂടുതൽ ഉണ്ടാവുക. മൂന്ന് പ്രധാന മേഖലയിലാണ് കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അടുത്തത് എന്ന് പറയുന്നത് IT. ഈ മേഖലയിലാണ് കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുക പ്രിലിംസിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എൻവയോൺമെന്റിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത്രയും കാര്യം നമ്മൾ പഠിച്ചില്ലേ? ഇതിൽ COP കൂടി പഠിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാവുന്ന മാർക്ക് എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില കോൺഫിഡൻസ് വരുന്നില്ലേ? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എന്താ സിറ്റുവേഷൻ ഉള്ളത്? അതെ. ഇനി വീക്ക് 3 എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 2 ഡേ നിങ്ങൾ റിവിഷന് വെക്കണം. സോ 2 ഡേ മതിയാ? മതി. ഇപ്പൊ ഇത്രയും 2 ഡേ എന്താ നമുക്ക് ഇനഫ് ആണ്. കാരണം അത്രയും ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് സബ്ജക്ട് വൈസ് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തതിനു ശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാ എന്ന് പറയരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൊത്തം ടോപ്പിക്കും റിവൈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2-3 മാർക്കാണ്. പക്ഷെ അത് പഠിക്കുകയും വേണം. എന്താ മെയിൻസിന് ഇമ്പോർട്ടന്റ്, മെയിൻസ് നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി വേണം താനും. എന്നാൽ പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാനും പറ്റില്ല. അതുകൊണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ എടുത്തു, കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ എടുത്തു, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം ഞാൻ ഇന്ന് ഹിസ്റ്ററി നോക്കും, നാളെ ജോഗ്രഫി നോക്കും, അങ്ങനെയല്ല. ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഹോട്ട് ടോപ്പിക് ആയിട്ട് റിവൈസ് ചെയ്യാം. സാർ വേറെ ഇപ്പൊ സാറ് ഹോട്ട് ടോപ്പിക്സ് പറയുന്നുണ്ട്, വേറെ ടോപ്പിക് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക? PYQ എന്താ നമ്മൾ പഠിക്കുന്നത്? PYQ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻ കിട്ടും. 100 വാങ്ങാനുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ? എങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ചിലർക്ക് ചില അസുഖം ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ടോ എന്താ വീക്ക് 1ഉം വീക്ക് 2ലും ഏതെങ്കിലും ടോപ്പിക് പെൻഡിങ് ഉണ്ടാവും. ആ പെൻഡിങ് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇനി മുതൽ ഈ വീക്ക് 3 മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടിയുടെ കാര്യമാണ്. ഇനി മുതൽ ഈ വീക്ക് 3 മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടിയുടെ കാര്യമാണ്, ഒരു ഡേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആണ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യണം. 1 ഡേ അലോക്കേറ്റ് ചെയ്യണം. 2 ഡേ റിവിഷന് പോയേ എങ്കിൽ വീക്ക് 3 ടോപ്പിക്സ് നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, RBIയുടെ മോണിറ്ററി പോളിസി. ഓക്കെ, NCERT ക്ലാസ് 12 മാക്രോ എക്കണോമിക്സ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. അതൊന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ 1858 ഒരു ആക്ട് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി 1861 to 1947 ഒരു ആക്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അതിൽ എന്താണോ സോഴ്സ്, നമ്മൾ സ്പെക്ട്രം പറഞ്ഞില്ലേ? അതേപോലെ എന്താ NCERTയുടെ ബുക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സെയിം സോഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഭരണഘടന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ സബ്ജക്ട് വരുന്നല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആസ് യൂഷ്വൽ ടോപ്പിക് എന്താ? ലക്ഷ്മികാന്താണ് പഠിക്കേണ്ടത്. അതിനേക്കാളും കൂടുതൽ അവർ എന്ത് ചെയ്തില്ല? ഒന്നും ചോദിക്കണ്ട കേട്ടോ. ഓക്കെ, ജോഗ്രഫിയിൽ നമ്മൾ റോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ക്ലാസ് 7 ചാപ്റ്റർ 2 ഇൻസൈഡ് അവർ എർത്ത്, ക്ലാസ് 11 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ചാപ്റ്റർ 5 എന്താ? മിനറൽസ് ആൻഡ് റോക്സ് എന്നീ പറയുന്ന ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് 1 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ 1 മാർക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച കാണുമ്പോൾ കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ്വർക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ക്ലാസ് 12 കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അതിൽ ചാപ്റ്റർ 10 ഉണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കുകളിൽ 2 മാർക്ക് ആവും. ഓക്കെ, പക്ഷേ ഈ നെറ്റ്വർക്ക് പഠിക്കാൻ എന്ത് ചെയ്യണം, കുറച്ച് സമയം ആവശ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണ്, വീണ്ടും ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകണമെങ്കിൽ എന്താ, കുറച്ച് സമയം ഉണ്ടാവും. കാരണം ഒരുപാട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഭാഗമാണ് അവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. സ്പോർട്സ്, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എടുത്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് അഫയർ ഉറപ്പായി ഉണ്ടാകുന്ന മനസ്സിലായില്ലേ? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തു, ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എല്ലാം പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായി എങ്ങനെ കണക്ടർ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒളിമ്പിക്സിന്റെ വിന്റർ ഒളിമ്പിക്സ് 2024, 2030, സമ്മർ ഒളിമ്പിക്സ് 2028, 2032. അതേപോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വുമൺ എന്താ 2025 വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏഷ്യ കപ്പ്. മെന്നിന്റെ ഇമ്പോർട്ടൻസ് മാച്ചസ് 2024, 2025. പിന്നെ ഈ വൈഷ്ണവ് സൂര്യവംശയെ പോലെ ആളുകളില്ലേ, എന്താ പറയാ, 14 വയസ്സിലൊക്കെ സെഞ്ചുറി ഒക്കെ നേടി അങ്ങനെയൊക്കെ പുറത്തുള്ള വ്യക്തികൾ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. ഓക്കെ, ലിറ്ററേച്ചർ അവാർഡ്സ്, തിയറി പഠിക്കുക. തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വയലാർ അവാർഡ് ഉണ്ട്, അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ വർഷം എപ്പോഴായിരുന്നു, അതിന്റെ തുക എത്രയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അത് എപ്പോ തൊട്ട് എപ്പോ വരെ നോക്കണം, 2022 തൊട്ട് 2026 വരെ നോക്കണം. അതിന്റെ ബുക്സ് നിങ്ങൾ നോക്കണം, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, എക്സ്പെഷ്യലി എന്താ, വെള്ളത്തോൾ അവാർഡ്. ഓക്കെ, വെള്ളത്തോളല്ല, വയലാർ അവാർഡാണ് വേണ്ടത്. ഞാൻ അത് മാറ്റി തരാം കേട്ടോ. എസ്പെഷ്യലി എന്താ, വയലാർ അവാർഡ്. വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള ബുക്സ് എല്ലാം എന്ത് ചെയ്യണം, നോക്കണം. അതൊന്ന് ബുക്സും കഥാപാത്രവും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിക്കാനുള്ള മാത്സ് നമ്മൾ ഈ പ്രാവശ്യം കുറച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇന്നോട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം, അതും പഠിക്കാനുണ്ട്. വൊക്കാബുലറിയിൽ സിനോണിം പഠിച്ചില്ലേ, ആന്റോണിം പഠിക്കുക. ആന്റോണിം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എല്ലാ ആഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യുക, ആന്റോണിം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവണം. കാരണം എന്താ, ക്വസ്റ്റ്യൻ ചെയ്യുന്നു പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു പഠിക്കുന്നു, അല്ലാതെ ഒരാഴ്ച ഇവിടെ നിർത്തുന്ന ആളല്ലോ. അതുകൊണ്ടാണ് ഒരു ദിവസം എന്ത് ചെയ്തത്, കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. മാത്സിൽ സിംപ്ലിഫിക്കേഷൻ മാത്സ് ചെയ്യുക, വളരെ സിമ്പിൾ ആയ കാര്യമാണ്, സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സീരീസ് ചെയ്യുക, സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സീരീസും തിയറി പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. മലയാളത്തിൽ പര്യായം പഠിക്കുക. പര്യായം പഠിക്കാൻ വേണ്ടി 8 തൊട്ട് 12 ബുക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കണം. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്സ് ആണ് റിവൈസ് ചെയ്തോണ്ടിരിക്കേണ്ടത്. അതിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടേതായ ടോപ്പിക്സ് കേട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട്, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി റിപ്പോർട്ട്സ് ആണ്. അതായത് റിപ്പോർട്ട്സ് ആണ് സോഴ്സ് ആയിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിപ്പോർട്ട് ഉണ്ടാവും, അത് മാച്ച് ചെയ്ത് നോക്കുക. അതിലുള്ള എല്ലാ കാര്യവും അതുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഗൈഡ് വായിച്ചാൽ മതി. ചിലർക്ക് റിപ്പോർട്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വായിക്കുന്നവരാണെങ്കിൽ റിപ്പോർട്ട്സ് ഓക്കെ. ഓക്കെ അല്ലെ? ഒരു ഡേ എന്താ സ്പെഷ്യൽ ടോപ്പിക്കിന് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ഒരു ഡേ സ്പെഷ്യൽ ടോപ്പിക്കിനായേ, ഓക്കെ, 2 ഡേ റിവിഷനായേ, ഒരു ഡേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനായേ, പ്രാക്ടീസ് ചെയ്യണ്ടേ. ബാക്കിയുള്ള ദിവസമാണ് ടൈം ടേബിൾ എന്താ പറയുന്നത് പ്രകാരം ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ സമയം ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. ഇത്രയും കാര്യമൊക്കെ അല്ലേ? എങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഡേ ഏതാണെന്ന് എന്ത് ചെയ്യുക, വൈസ്ലി, വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. സോ എങ്ങനെ ചൂസ് ചെയ്യുക, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പഠിക്കുന്നവരാണെങ്കിൽ പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ബാക്കിയുള്ള ജനറൽ പ്രിലിംസിന് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എക്സാമിന് പോകുന്നുണ്ടെങ്കിൽ അതിലും വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു, പക്ഷെ ഇത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്താണ് ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. ലേറ്റർ ടോപ്പിക് ആണ്, കുറച്ചുകൂടി എന്താ പറയാ, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. സോ അതില് ഹ്യൂമൻ റൈറ്റ്സ് ഇവല്യൂഷൻ, UHDR 98 എന്താ പറ്റിയത്, ICCPR, ILO കൺവെൻഷൻസ്, പിന്നെ വുമൺ, ചിൽഡ്രൻ, ഇൻഡിജിനസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാ, എല്ലാം നോർമലായി പഠിക്കാനുള്ളതാണ്. കൂടുതലായിട്ട് ഒന്നുമില്ല. ഹ്യൂമാനിറ്റേറിയൻ ലോ എന്താ, ലോ ഓഫ് വാർ എന്താ, ആം കോൺഫ്ലിക്ട് എന്താ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. 5 മാർക്കാണ്. ദാ പോയി ദാ വന്നു പറയുമ്പോൾ എന്ത് ചെയ്യും, തീരുന്നതായിരിക്കും. ഇതേതൊന്ന് നമുക്ക് ഡിഗ്രി പ്രിൻസ് എന്താ വ്യത്യസ്തമായ ചോദ്യമോ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസോ വരാനുള്ള ചാൻസും ഉണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി. ഓക്കെ, അടുത്താണ് SPCID പ്രിപ്പയർ ആണെങ്കിൽ 2 ആക്ട് പഠിക്കുക. ഒന്ന് ഇൻഫർമേഷൻ ആക്ട്, ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, SIക്ക് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം, എപ്പോഴും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഓഫൻസ് അഗൈൻസ്റ്റ് വുമൺ. ഓക്കെ, അത് പഠിക്കുക. സാർ ഓർഡറിലല്ല പോകുന്നത്, ഞാൻ ഓർഡറിലല്ല പോവുക. കാരണം അത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എല്ലാം തീർക്കണ്ടേ. ഓഫൻസ് അഗൈൻസ്റ്റ് വുമൺ എന്ത് ചെയ്യുക, പഠിക്കുക. അസിസ്റ്റന്റ് ജയിലറിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് എന്താ, ഓഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, പഠിക്കുക.
ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാ പഠിക്കാന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം എന്താ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നന്നായിട്ട് നോക്കുക, നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീക്കില് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ചോദിക്കുക. അതിനാട്ടോ ടെലഗ്രാം ചാനൽ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ചോദിച്ചെന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് എല്ലാം കേൾക്കുന്നുണ്ട്, വരുന്നുണ്ട്. സോ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എന്താ ഡൗട്ട് ചോദിച്ച് കൃത്യമായി പഠിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ വർഷമാണ്. ഒരുപാട് വേക്കൻസീസ് ഉള്ളതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ജോലി വാങ്ങണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ നെക്സ്റ്റ് വീക്കിൽ കാണുന്നവരെ ബൈ ബൈ. ഓക്കെ. ടേക്ക് കെയർ.